ഹലോ, മധുഭാസ്കരൻ. എൻ്റെ ജീവിതത്തിൽ എന്നെ അലട്ടിയെ ഞാൻ കണ്ടെത്തിയ ഒരു മനോഹരമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വരികയും ജീവിതത്തിൽ ഉയർച്ച നേടുകയും ചെയ്യപ്പോൾ ഞാൻ ഒരു കാറ് വാങ്ങിക്കാൻ ജീവിതത്തിൽ വിചാരിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു കാറ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഈ വിഷയത്തിന് ആധാരം. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരിൽ കാറുണ്ടായിരുന്ന ഒരാൾ, ഒരുപാട് കൂട്ടുകാരിൽ കാറുണ്ടായിരുന്ന ഒരാൾ ഞാൻ കാറ് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ മാറ്റം കണ്ടു. അദ്ദേഹം എന്നോട് പണ്ട് കാണിച്ചിരുന്ന ഒരു സ്നേഹവും വാത്സല്യമൊന്നും കാണിക്കുന്നത് കണ്ടില്ല. അദ്ദേഹം എന്നോട് നീ വലിയ ആളായിട്ടാ, നീ കാറൊക്കെ മേടിച്ചു എന്നൊക്കെ എന്നോട് പറയുന്നതും പെരുമാറുന്നതും കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഈ മനുഷ്യന് അറിഞ്ഞോ അറിയാതെയോ അസൂയ വന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നോട് അതുപോലെ ആയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ വളർച്ച കാണുമ്പോൾ വേറൊരു മനുഷ്യന് എന്തുകൊണ്ട് അസൂയ ഉണ്ടാകുന്നു എന്നതാണ്. ഇങ്ങനെ ഒരുപാട് ആലോചിച്ചപ്പോൾ മനുഷ്യന്മാർ ഇങ്ങനെയാണോ, ഒരാളുടെ വളർച്ച കാണുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, എന്താണ് ഈ മനുഷ്യന്മാർ സന്തോഷിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വേദനിച്ചിരുന്നപ്പോൾ എനിക്ക് മനോഹരമായ കിട്ടിയ ഒരു ഇൻസൈറ്റാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഉദാഹരണം, നിങ്ങൾ ഇവിടെയാണെന്ന് കരുതുക. നിങ്ങളുടെ സ്ഥാനം ഇവിടെയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം ഇവിടെയാണെന്ന് കരുതുക. നോക്കൂ, ഈ സുഹൃത്ത് മുകളിലും നിങ്ങൾ താഴെയായിരിക്കുമ്പോൾ ഈ സുഹൃത്തിന് നിങ്ങളോട് സിമ്പതി ഉണ്ടാകും. അദ്ദേഹം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരണം എന്നൊക്കെ അയാൾ പറയും നിങ്ങളോട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കൊണ്ടോ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടോ നിങ്ങൾ ജീവിതത്തിൽ മെല്ലെ മെല്ലെ ഉയർച്ച നേടി ഏകദേശം ഇദ്ദേഹത്തിൻ്റെ അടുത്തെങ്ങാനും എത്തുന്ന അവസ്ഥയുണ്ടായാൽ, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒരു സാധാരണ ചിന്താഗതിയുള്ള ഒരാൾക്ക് നിങ്ങളോട് അസൂയ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ട ഏക കാര്യം നിങ്ങൾ വളർന്ന് ഏകദേശം അയാളുടെ അടുത്ത് എത്തുന്നു എന്നതാണ്. അപ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്നവരാണ് പൊതുവേ നമുക്ക് അസൂയ ഉണ്ടാവുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം. അപ്പം നിങ്ങൾ ഏതെല്ലാം അവരുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് വളർച്ചയും ഉണ്ടാകും. നേരത്തെ നമ്മളോട് അയാൾക്ക് അസൂയ ഇല്ലാത്തതിന് കാരണം നമ്മൾ താഴെയായിരുന്നു എന്നതാണ്. താഴെ ഇരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും താഴെയുള്ളവർക്ക് സഹായം ചെയ്യാനും ഒക്കെ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകും. പക്ഷേ ഒപ്പമാകുമ്പോൾ ഉള്ളിൽ ചില നെഗറ്റീവായ ചിന്തകൾ വരാൻ തുടങ്ങും. അപ്പം ഞാൻ സ്വാഭാവികമായി തിരിച്ചറിഞ്ഞ് എങ്ങനെ ഇയാളുടെ അസൂയ മാറ്റിക്കൊടുക്കാൻ കഴിയും. നമ്മുടെ സുഹൃത്തല്ലേ, അയാളെങ്ങനെ അസൂയപ്പെട്ട് അസ്വസ്ഥനാകാതിരിക്കാൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിനെ ഉപദേശിച്ച് അസൂയപ്പെടുന്നത് തെറ്റാണെന്നും പറഞ്ഞ് ക്ലാസ് എടുത്ത് നമുക്ക് അദ്ദേഹത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് വഴി? നമ്മളിലൂടെ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അസൂയ മാറ്റാം എന്നപ്പോഴാണ് എനിക്കൊരു പുതിയ ഇൻസൈറ്റ് പോലും കിട്ടിയത്. 2 വഴികളാണ് ഇദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് അസൂയ ഇല്ലാതിരിക്കാൻ. 2 വഴികളേ ഉള്ളൂ. 1, ഇവിടെ തന്നെ നിൽക്കുക. 2, ഇദ്ദേഹത്തിന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് നമ്മൾ വളരുക. എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അസൂയയല്ല ഉണ്ടാവുക, പകരം ആരാധനയാണ് ഉണ്ടാവുക എന്നതാണ് സത്യം. ആദ്യമായി സിനിമയിൽ കയറുന്ന 2 പേർക്കും ഒരേ സമയത്ത് കയറുന്ന 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ ഉണ്ടാകും. പക്ഷേ ആദ്യമായി കയറിയ ഒരു നടന് മമ്മൂട്ടിയോടും മോഹൻലാലോടും അസൂയ ഉണ്ടാവാൻ സാധ്യതയില്ല, ആരാധനയുണ്ടാവാനാണ് സാധ്യത. അപ്പം നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥാനത്തുള്ളവരോട് പൊതുവേ നമുക്ക് ആരാധനയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലായത് 2 ഓപ്ഷനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ അസ്വസ്ഥത മാറ്റാനുള്ളത്. 1, ഞാൻ പഴയ പോലെ ഒരു താഴ്ന്ന അവസ്ഥയിൽ നിൽക്കുക. 2, അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ വളരുക. അദ്ദേഹത്തിൻ്റെ അസൂയ മാറുകയും പിന്നീട് എന്നോട് ആരാധനയായി അത് മാറുകയും ചെയ്യും. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അസൂയ മാറ്റാൻ, അദ്ദേഹത്തിൻ്റെ അസൂയ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ മാറ്റാനുള്ള ഏക വഴി അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് നമ്മളെ വളർത്തുക എന്നതാണ്. അങ്ങനെ നമ്മൾ വളർന്നു പോകുമ്പോൾ നമ്മളോട് അസൂയ ഉള്ളവർ പിന്നീട് അസൂയ ആരാധനയായി മാറും എന്നതാണ്. അപ്പോൾ ലോകത്ത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അത്തരം അസൂയ മാറ്റാൻ ഏക വഴി വലിയ ഉയർച്ചയിലേക്ക് വളരുക എന്നതാണ്. വലിയ ഉയർച്ച നേടുന്നവരോട് അസൂയയല്ല മറ്റുള്ളവർക്കുണ്ടാവുക, ആരാധനയാണ് ഉണ്ടാവുക. ആരാധനയുള്ള മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ദൗത്യം. അതുകൊണ്ട് വളരുക, വളരുക,
വളരുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ ബുധനാഴ്ചയും പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്